മാളികപ്പുറത്തിന്റെ അടുത്ത് ഉള്ള പുതിയ കൗണ്ടറിൽ അരവണ അപ്പം കൗണ്ടറിൽ ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വരുന്നവർക്ക് വെയിലത്തും മഴയത്തും നിൽക്കേണ്ടി വരുന്നു. അവിടെ വച്ചിരിക്കുന്ന ഒരു ചെറിയ കനോപ്പി ഉണ്ട്, പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. അവിടെ അടിയന്തരമായിട്ട് ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് കാത്തു നിൽക്കാനുള്ള ഒരു റൂഫോടുകൂടി ഒരു റൂഫ് അവിടെ ഉണ്ടാവും. അപ്പം അരവണയെ പറ്റി ആശങ്കയുടെ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 പാക്കറ്റ് വെച്ച് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം കുറച്ച് അടുപ്പുകൾ പ്രവർത്തിപ്പിക്കാനുള്ള തൊഴിലാളികളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ അഡീഷണലായിട്ട് തൊഴിലാളികളെ കിട്ടാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അപ്പത്തിൻ്റെ മേലുള്ള നിയന്ത്രണം മാറ്റാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. അരവണയെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രണങ്ങളൊന്നും തന്നെയില്ല. ആവശ്യത്തിന് 13-14 ലക്ഷത്തോളം സ്റ്റോക്കുണ്ട്. നിർദ്ദേശമാവാം, അഭിപ്രായമാവാം, പരാതിയാവാം. അതെല്ലാ ഭാഷയിൽ എഴുതി വെച്ചിട്ട് വിജിലൻസ് SP ആണ് അതിൻ്റെ ചാർജ് കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, പൊതുവെ ക്ലീനിങ്ങിനെ പറ്റി ചില പരാതികളൊക്കെ വന്നിട്ടുണ്ട്. ശുഷ്കാന്തി കുറവ് ചിലയിടത്തെങ്കിലും കാണുന്നുണ്ട്, പ്രത്യേകിച്ച് അന്നദാന മണ്ഡപത്തിൻ്റെ ചുറ്റും. പിന്നെ സ്വാമി അയ്യപ്പൻ റോഡിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്നൊരു പരാതി സ്വാഭാവികമായിട്ടുണ്ടായിട്ടുണ്ട്. ഞാനും ആ വഴി തന്നെയാണ് നടന്നു വന്നത്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം തീരുമാനിച്ചു നമ്മളവിടെ ഓക്സിജൻ പാർലറുകൾ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ബൂത്തെല്ലാം കെട്ടിയെങ്കിലും ഓക്സിജൻ പാർലർ നിലവിൽ വന്നില്ല. ഇന്ന് അതിൻ്റെ ഒരു കോർഡിനേഷൻ നടത്തിയിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവിടെ 2 ഓക്സിജൻ പാർലറും 1 കുടിവെള്ള കൗണ്ടറും അവിടെ പ്രവർത്തനക്ഷമമാകും.